ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി എന്ന് പറയാം. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു അറ്റൻഡർ, സ്റ്റോർ കീപ്പർ, സെയിൽസ്മാൻ പ്രിലിംസിലെ ഒരു ക്വസ്റ്റ്യൻ പറയായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെ പറയാം. ഇന്ന് ഞാൻ പറയുന്ന ചോദ്യം എന്ന് പറയുന്നത് ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്ന്. ആ ചോദ്യപേപ്പറിനകത്തുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത് എന്ന്. അപ്പോൾ അത് ഞാൻ അതിലെ ഓപ്ഷൻസ് പറഞ്ഞു പോകുന്നില്ല. കാരണം ഞാനത് അതിൻ്റെ ഉത്തരവും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചില ഫാക്റ്റുകളും പറയാം. അത് അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22. അക്കൂട്ടത്തിൽ പറയാവുന്ന മറ്റ് ചില ഡേറ്റുകൾ കൂടി നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് പഠിച്ചു പോകാവുന്ന ചില ഡേറ്റുകൾ. 1949 നവംബർ 26 എന്തായിരുന്നു? അന്നാണ് നമ്മുടെ ഭരണഘടനയെ നമ്മൾ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. പക്ഷെ അത് നിലവിൽ വന്നത് 1950 ജാനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-ന് നമ്മൾ അന്ന് റിപ്പബ്ലിക്കായി. അതുപോലെ അന്ന് നമ്മൾ ഇതുപോലൊരു സംഭവത്തെ കൂടി അംഗീകരിച്ചല്ലോ. അന്നാണ് നമ്മൾ എന്തിനെ അംഗീകരിച്ചത്? നമ്മുടെ സാരനാഥിലെ അശോക സ്തംഭത്തിൽ നടത്ത സിംഹമുദ്രയെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചത്. അപ്പോൾ അത് 1950 ജാനുവരി 26-നാണ് സാരനാഥിലെ അശോക സ്തംഭത്തിൽ നടത്ത സിംഹമുദ്രയെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ 1950 ജനുവരി 24 1950 ജനുവരി 24-ന് വന്ദേ മാതരത്തിനെ ഇന്ത്യയുടെ ദേശീയ ഗീതമായും ജനഗണമനയെ ദേശീയ ഗാനമായിട്ടും നമ്മൾ അംഗീകരിച്ചു. അപ്പോൾ 1950 ജനുവരി 24-നാണ് വന്ദേ മാതരത്തിനെ ഇന്ത്യയുടെ ദേശീയ ഗീതമായും ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായും നമ്മൾ അംഗീകരിച്ചത്. അതുപോലെ 1957 മാർച്ച് 22 1957 മാർച്ച് 22-നാണ് നമ്മൾ ശകവർഷ കലണ്ടറിനെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിച്ചത്. ശകവർഷ കലണ്ടറിനെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിച്ചു 1957 മാർച്ച് 22 1957 മാർച്ച് 22. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശകവർഷ കലണ്ടറിലെ ആദ്യ മാസത്തിലെ ആദ്യ ദിവസം വരുന്നത് മാർച്ച് 22-നാണ്. ശകവർഷ കലണ്ടറിലെ ആദ്യ മാസം അതേതാ? അത് ചൈത്രമാണ്. ശകവർഷ കലണ്ടറിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനവുമാണ്. അത് PSC ചോദിച്ചിട്ടുണ്ട്. ശകവർഷ കലണ്ടറിലെ ആദ്യ മാസം ഏതെന്നും അവസാന മാസം ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഓർക്കുക. ശകവർഷ കലണ്ടറിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനവും